അച്ചടക്ക നടപടിക്ക് പിന്നാലെ കാസർഗോഡ് കോൺഗ്രസിൽ പൊട്ടിത്തെറി. നടപടി നേരിട്ട ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ളവരെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം പിന്തുണയ്ക്കുന്നതാണ് നേതൃത്വത്തിന് തലവേദനയാകുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നേരത്തെ ശബ്ദമുയർത്തിയവരും വിമത വിഭാഗത്തിനൊപ്പമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടപടി നേരിട്ടവരെ അനുകൂലിച്ച് കഴിഞ്ഞ ദിവസം പ്രകടനം നടത്തിയതും പടലപ്പിണക്കങ്ങളുടെ ഭാഗമാണ്. കോൺഗ്രസിന് നാണക്കേടുണ്ടാക്കിയ വിഷയമാണെങ്കിലും മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ ഒറ്റയടിക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതില്ലെന്ന നിലപാടുള്ളവരാണ് കാസർഗോഡ് ജില്ലാ കോൺഗ്രസിൽ ഏറെയും. താക്കീതിലോ തരം താഴ്ത്തലിലോ അച്ചടക്ക നടപടി ഒതുക്കാമായിരുന്നുവെന്ന അഭിപ്രായമുള്ളവരും പാർട്ടിക്കുള്ളിലുണ്ട്. ഈ അനുകമ്പയാണ് നേതൃത്വത്തിന് തിരിച്ചടിയാകുന്നത്. പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയത് മാത്രമല്ല, കോൺഗ്രസ് രക്തസാക്ഷി കുടുംബങ്ങളെ അപമാനിക്കുന്ന സമീപനമായതുകൊണ്ടുകൂടിയാണ് കടുത്ത നടപടിയെന്ന് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നു. എന്നാൽ ഇതിലും വലിയ നാണക്കേട് പാർട്ടിക്കുണ്ടാക്കിയവരെ നേരത്തെ പുറത്താക്കിയിട്ടില്ലല്ലോ എന്ന ചോദ്യമാണ് വിമത വിഭാഗം ചോദിക്കുന്നത്. ഒപ്പം പാർട്ടിക്കുള്ളിൽ രമ്യമായി പരിഹരിക്കാവുന്ന വിഷയം രാജ്മോഹൻ ഉണ്ണിത്താൻ ഇടപെട്ട് വഷളാക്കിയെന്ന ആരോപണവുമുണ്ട്. നേരത്തെ ഉണ്ണിത്താന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ പലരും നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും മേൽത്തട്ടിലേക്ക് എത്തിയില്ല. ഇതിൽ അസന്തുഷ്ടരായ പലരും നിലവിൽ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇത്തരത്തിലുള്ളവരാണ് ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ളവർക്ക് പിന്തുണ നൽകുന്നത്. ഒപ്പം MP ഫണ്ടുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നവരും പാർട്ടിക്കുള്ളിലുണ്ട്. DCC പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന തർക്കവും ഇപ്പോൾ പൊട്ടിത്തെറി പുറത്തെടുക്കുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷനെ സ്വാധീനിച്ച് ഉണ്ണിത്താൻ സ്വന്തക്കാരനായ PK ഫൈസലിനെ ജില്ലാ പ്രസിഡന്റ് ആക്കിയതാണെന്ന ആക്ഷേപവും ശക്തമായിരുന്നു. മുതിർന്ന ചില സംസ്ഥാന നേതാക്കൾ ഇടപെട്ടാണ് പ്രശ്നം താൽക്കാലികമായെങ്കിലും ഒതുക്കി തീർത്തത്. ഇത് വീണ്ടും ഉയരുന്നതോടെ കാസർഗോട്ടെ കോൺഗ്രസിനുള്ളിൽ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും തുടക്കമായേക്കും. ന്യൂസ് മലയാളം, കാസർഗോഡ്.